87 മിനിറ്റ് മാത്രം. ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ സമയം നോക്കിയാൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റായിരുന്നു ഇത്തവണത്തേത്. സപ്തർഷികൾ എന്ന് പേരിട്ട് 7 ഭാഗങ്ങളിലായി വിഭജിച്ചാണ് അമൃത് കാലത്തെ ആദ്യ ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചത്. ആദായ നികുതിയിലെ ഇളവ് പരിധി പുതിയ സ്കീം പ്രകാരമുള്ളവർക്ക് 7 ലക്ഷം രൂപയായി ഉയർത്തിയെന്ന പ്രഖ്യാപനമാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റിൽ ഏറെ ശ്രദ്ധേയമായത്. ഇന്ത്യയെ തിളങ്ങുന്ന നക്ഷത്രമായ ലോകം കാണുന്നു എന്ന വിവരണത്തോടെയാണ് നിർമ്മലാ സീതാരാമൻ തന്റെ 5ാം ബജറ്റ് അവതരിപ്പിച്ചത്. ആദായ നികുതി ഇളവ് പരിധി പുതിയ നികുതി സ്കീം പ്രകാരം 5 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമാക്കി ഉയർത്തിയതാണ് ബജറ്റിലെ വലിയ പ്രഖ്യാപനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പുതിയ നികുതി ഘടനയിൽ ആദായ നികുതി സ്ലാബുകൾ 6 എണ്ണമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ വരെ ആർക്കും നികുതിയില്ല. 3 മുകളിൽ 6 ലക്ഷം വരെ 5% നികുതി. 6 മുതൽ 9 ലക്ഷം വരെ ആകട്ടെ 10%, 9 ലക്ഷത്തിന് മുകളിൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷത്തിന് മുകളിൽ 15 ലക്ഷം വരെ 20%, 15 ലക്ഷത്തിനു മേൽ വരുമാനമുള്ളവർക്ക് 30%. ഇങ്ങനെയുള്ള സ്ലാബുകളിലേക്കാണ് നികുതി ഘടന മാറിയത്. പുതിയ നികുതി ഘടനയിൽ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇത് പ്രാബല്യത്തിലാകുക. പഴയ ഘടന തിരഞ്ഞെടുക്കുന്നവർക്ക് പഴയ സ്ലാബുകൾ തന്നെ തുടരുകയും ചെയ്യും. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും 2 വർഷത്തേക്ക് 2 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച് 7.5% പലിശ നേടാവുന്ന മഹിളാ സമ്മാൻ സേവിങ്സ് എന്ന പുതിയ നിക്ഷേപ പദ്ധതിയും ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുതിർന്ന പൗരന്മാർക്കുള്ള പരമാവധി നിക്ഷേപ പരിധി 30 ലക്ഷം രൂപയാക്കി ഉയർത്തുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി. 81 കോടി പേർക്ക് പ്രതിമാസം 5 കിലോ ഭക്ഷ്യധാന്യം വീതം സൗജന്യമായി ഉറപ്പാക്കുന്ന PM ഗരീബ് കല്യാൺ അന്ന യോജന 1 വർഷം കൂടി തുടരുകയും ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്ത് വികസിപ്പിക്കും. യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, 47 ലക്ഷം യുവാക്കൾക്ക് 3 വർഷം സ്റ്റൈപ്പൻഡോടുകൂടി തൊഴിൽ പരിശീലനം, 63,000 പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനായി 2,516 കോടി രൂപ, 2,200 കോടി രൂപയുടെ പ്രത്യേക ഹോർട്ടിക്കൾച്ചർ പാക്കേജ്, മത്സ്യമേഖലയ്ക്ക് 6,000 കോടി, കോടതികൾ തുടങ്ങാൻ 7,000 കോടി, നഗരങ്ങളിൽ അഴുക്കുചാൽ വൃത്തിയാക്കാൻ യന്ത്ര സംവിധാനം, നഗരവികസനത്തിന് പണം കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി 3 കേന്ദ്രങ്ങൾ, 5G അനുബന്ധ ആപ്പുകൾ വികസിപ്പിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 100 ലാബുകൾ, 2047ഓടെ ആദിവാസി മേഖലകളിലെ അരിവാൾ രോഗം ചെറുക്കാൻ പ്രത്യേക പദ്ധതി, 50 പുതിയ എയർപോർട്ടുകളും ഹെലിപോർട്ടുകളും, പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് 79,000 കോടി തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞത്. സ്വർണം, വെള്ളി, വസ്ത്രം, സിഗരറ്റ്, കുട തുടങ്ങിയവയ്ക്ക് വില കൂടുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായി. ടെലിവിഷൻ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ഫോണുകൾ, ക്യാമറ ലെൻസ്, ലിഥിയം അയൺ ബാറ്ററി, ഇലക്ട്രിക് ചിമ്മിനി, ഹീറ്റ് കോയിൽ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് മീറ്റർ, മൊബൈൽ ഫോൺ, ട്രാൻസ്ഫോർമർ, മെഥനോൾ, അസറ്റിക് ആസിഡ്, ഉരുക്കുൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് പുതിയ ബജറ്റ് പ്രകാരം വില കുറയുകയും ചെയ്യും. ഉജ്ജ്വല യോജന വഴി രാജ്യത്ത് 9.6 കോടി LPG കണക്ഷനുകൾ നൽകിയെന്നും 47.8 കോടി ജൻധൻ അക്കൗണ്ടുകൾ ആരംഭിക്കാനായെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി ചൂണ്ടിക്കാട്ടി. പിന്നിട്ട് 9 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 10ൽ നിന്ന് 5ാം സ്ഥാനത്തേക്ക് വളർന്നുവെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ജനകീയ ബജറ്റ് എന്ന് തോന്നിപ്പിക്കുകയും അതിനൊത്തുള്ള പ്രഖ്യാപനങ്ങൾ ഇല്ലാത്തതുമാണ് നിർമ്മലാ സീതാരാമന്റെ 5ാം ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള വിമർശനം. 2024 തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടത്തിയ പ്രഖ്യാപനങ്ങൾ എല്ലാ മേഖലകളെയും സ്പർശിച്ചു എന്ന് തോന്നുമ്പോഴും പ്രധാനമായും ഒരു മേഖലയ്ക്കും ഊന്നൽ നൽകിയിട്ടില്ലെന്നാണ് വിമർശനമുയരുന്നുണ്ട്. അതേസമയം എല്ലാ മേഖലയെയും ഒരുപോലെ പരിഗണിച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കർഷകർ ഉൾപ്പെടെയുള്ളവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ബജറ്റ് വികസിത ഇന്ത്യയെ നിർമ്മിക്കാനുള്ള ശക്തമായ ശിലയിടലാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി.